എല്ലാവർക്കും നമസ്കാരം. എല്ലാ ദിവസവും രാവിലെ നൽകുന്ന ഇൻട്രാഡേ സ്റ്റോക്ക് സജഷൻ വീഡിയോ ആണ്. ഞങ്ങൾ നൽകുന്ന സ്റ്റോക്ക് സജഷനുകളിൽ 90% പ്രോഫിറ്റാണ്. ചില സമയങ്ങളിൽ ചില സ്റ്റോക്കുകളിൽ നമുക്ക് എൻട്രി ലഭിക്കില്ല എന്നതിലപ്പുറം കൂടുതലും സ്റ്റോപ്പ് ലോസ് അടിക്കാറില്ല. സ്റ്റോപ്പ് ലോസ് വല്ലപ്പോഴുമൊക്കെ 100-ൽ 1-2 ഒക്കെയാണ് സ്റ്റോപ്പ് ലോസ് ഹിറ്റാവാറുള്ളൂ. കൂടുതലും നമുക്ക് പ്രോഫിറ്റിലാണ്. എൻട്രി ലഭിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് ലോസ് ആവാതിരുന്നാൽ മതി. മാർക്കറ്റിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും ഒരു പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് നമ്മൾ പ്രോഫിറ്റ് എടുക്കലല്ല, നമ്മുടെ ക്യാപിറ്റൽ സംരക്ഷിക്കലാണ്. അതാണ് നിങ്ങൾ മാർക്കറ്റിലേക്ക് കടന്നു വരുന്ന ഓരോ ബിഗിനേഴ്സും ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ടതും അതിന് പിറകെയാണ് ആദ്യമായിട്ട് സഞ്ചരിക്കേണ്ടതും. നമ്മുടെ ക്യാപിറ്റൽ സംരക്ഷിക്കുക എന്നുള്ള വലിയ ഒരു ബാധ്യത. ഓക്കെ, ഗ്ലോബൽ മാർക്കറ്റിലേക്ക് വരുമ്പോൾ ഡോ ജോൺസൊക്കെ സ്ലൈറ്റ്ലി നെഗറ്റീവാണ്. ഡോ ജോൺസ് 21, S&P 7 പോയിൻ്റ്, നാസ്ഡാക്ക് 70 പോയിൻ്റ്. അതേസമയം കഴിഞ്ഞ വെള്ളിയാഴ്ച യൂറോപ്യൻ മാർക്കറ്റ് മുഴുവൻ പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. രാവിലെ നമ്മുടെ ഗിഫ്റ്റ് നിഫ്റ്റി ഓപ്പൺ ചെയ്ത് സ്ലൈറ്റ്ലി നെഗറ്റീവിലാണ്. എന്നാൽ ജപ്പാൻ മാർക്കറ്റ് നിക്കി 1680 പോയിൻ്റ് ഡൗണിലാണുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് തീർച്ചയായും ഇന്ന് ഏഷ്യൻ മാർക്കറ്റ് എല്ലാം തന്നെ ഒരു സമ്മിശ്രമായിട്ടാണ്, നെഗറ്റീവിലും പോസിറ്റീവിലുമായി ട്രേഡ് നടന്നുകൊണ്ടിരിക്കുന്നു. ഏതായിരുന്നാലും സ്ലൈറ്റ്ലി ഒരു ഗ്യാപ്പ് ഡൗൺ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഗ്യാപ്പ് ഡൗണിന് ശേഷം മാർക്കറ്റ് തിരിച്ച് റിക്കവർ ചെയ്യാനുള്ള സാധ്യതയാണ് കൂടുതലും നമ്മുടെ അനാലിസിസ് പ്രകാരം കാണാൻ കഴിയുന്നത്. ഒന്നും പറയാൻ പറ്റില്ല, ആരുടെയും പ്രഡിക്ഷൻ മാർക്കറ്റിൽ സക്സസ്ഫുൾ ആവണമെന്നില്ല. എൻ്റെ വ്യൂ ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുന്നു എന്ന് മാത്രം. ഓക്കെ, നമുക്ക് സ്റ്റോക്കുകളിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ ദിവസം നൽകിയ സ്റ്റോക്കുകളോട് ജസ്റ്റ് പെട്ടെന്ന് തന്നെ അതിൻ്റെ പെർഫോമൻസ് നോക്കിയിട്ട് നമുക്ക് ഇന്ന് ചെയ്യാനുള്ള ട്രേഡുകളുടെ നിലവിലെ സ്റ്റാറ്റസ് നോക്കാം. നമ്മൾ ഫസ്റ്റ് JSL ആണ് 792 ഒരു എൻട്രി പറഞ്ഞിരുന്നത്. 15 മിനിറ്റ്സ് ക്യാൻഡലിൽ നമുക്ക് ഇതിലൊരു എൻട്രി 27 സെപ്റ്റംബറിൽ നമുക്ക് 15 മിനിറ്റ്സ് ക്യാൻഡലിൽ 792 ക്ലോസ് ചെയ്തു. നമുക്ക് ഇവിടെ നിന്നും എൻട്രി ലഭിച്ചു. സ്റ്റോക്ക് ഹൈ പോയത് 797 ബട്ട് നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് 798-ഉം 803-ഉമാണ്. ജസ്റ്റ് 1 പോയിൻറ്റിൽ സ്റ്റോക്ക് റിട്ടേൺ വന്നതുകൊണ്ട് തന്നെ ഇനി മുകളിലേക്ക് കയറില്ല എന്നുള്ള ഒരു കാര്യം മനസ്സിലായതുകൊണ്ട് ഈ അറ്റ് കോസ്റ്റിൽ ഇറങ്ങിയിട്ടുണ്ടാവും നമ്മുടെ ക്ലയൻസ് അല്ലെങ്കിൽ ഈ ട്രേഡ് എടുത്തവർ. അപ്പോൾ ചില ആളുകൾക്ക് അതിൽ ചെറിയ പ്രോഫിറ്റ് ലഭിച്ചിട്ടുണ്ടാവാം, ചില ആളുകൾ എടുത്ത പ്രൈസിൽ തന്നെ ഇറങ്ങിയിട്ടുണ്ടാവാം. കൂടുതലായിട്ടും മാർക്കറ്റിനെ കുറിച്ചോ സ്റ്റോക്കിനെ കുറിച്ചോ അറിയാത്തവർ ചെറിയ ലോസ് സംഭവിച്ചിട്ടുണ്ടാവാം. അപ്പോൾ JSL അതാണ് സംഭവിച്ചത്. അടുത്തത് അനന്തരാജ് 714 സെൽ എൻട്രി ആയിരുന്നു. നമുക്ക് ചാർട്ട് നോക്കുമ്പോൾ തന്നെ കാണാൻ കഴിയുന്നുണ്ട്, എൻട്രി ലഭിച്ചിട്ടില്ല. അടുത്തത് LG എക്യുപ്പായി നമുക്കൊരു ബൈ എൻട്രിയാണ് പറഞ്ഞത്. നോക്കൂ, സ്റ്റോക്ക് ഗ്യാപ്പ് ഡൗണിൽ ഓപ്പൺ ചെയ്ത് നേരെ താഴെ തന്നെയാണ് വന്നത്. അതുകൊണ്ട് നമുക്ക് അതിലും ഒരു എൻട്രി ലഭിച്ചിട്ടില്ല. ലാസ്റ്റ് വൺ എൻജിനീയേഴ്സ് ഇൻഡസ്ട്രീസ് ആണ്. നമുക്ക് 221 ബൈ എൻട്രി ആയിരുന്നു. 221 മുകളിൽ സ്റ്റോക്ക് പോകാത്തതുകൊണ്ട് അതിലും ഒരു എൻട്രി ലഭിച്ചിട്ടില്ല. ഏതായിരുന്നാലും കഴിഞ്ഞ ദിവസം കൊടുത്ത സ്റ്റോക്കുകളിൽ 3 എൻട്രി ലഭിച്ചിട്ടില്ല. ഒരെണ്ണത്തിൽ എൻട്രി ലഭിച്ചു, പക്ഷേ അത് ടാർഗറ്റിലേക്ക് എത്തിയിരുന്നില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്ന് ചെയ്യാനുള്ള 4 സ്റ്റോക്കുകളുടെ ഒന്ന് AU ബാങ്കാണ്. AU ബാങ്കിൽ ഇങ്ങനെ ഒരു ട്രെൻഡ് ലൈൻ വരയ്ക്കുന്ന സമയത്ത് ഇവിടെ സ്റ്റോക്ക് ബ്രേക്കൗട്ട് നടത്തിയെങ്കിലും കൂടുതലായും മുകളിലേക്ക് പോകാൻ കഴിഞ്ഞില്ല. ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഉള്ളതുകൊണ്ട് തന്നെ സ്റ്റോക്ക് ഇവിടെ നിന്നും താഴത്തേക്ക് വരികയാണ് ചെയ്തത്. റെസിസ്റ്റൻസ് എടുത്തിട്ട് താഴേക്ക് വന്നു. പക്ഷേ നമുക്ക് ഇന്ന് വീണ്ടും ഇത് തിരിച്ച് കയറാൻ ശ്രമിക്കുകയാണെങ്കിൽ അതേ പ്രൈസ് തന്നെ 735 ഇവിടെ റെസിസ്റ്റൻസ് ഉണ്ട്. ഈ റെസിസ്റ്റൻസ് ബ്രേക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ 735 ഒരു എൻട്രി എടുക്കാം. അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം റെസിസ്റ്റൻസ് എടുത്ത 739 നമുക്ക് ഫസ്റ്റ് ടാർഗറ്റ് വയ്ക്കാം. അതിന് മുകളിൽ പോവുകയാണെങ്കിൽ 741, അതിന് മുകളിൽ പോവുകയാണെങ്കിൽ സ്റ്റോപ്പ് ലോസ് മെയിൻ്റെനൻസ് ചെയ്ത് നിങ്ങൾ പരമാവധി
പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക. AU ബാങ്കിൽ എങ്ങനെയാണ്. അടുത്തത് ഇൻഡസ് ടവറാണ്. ഇൻഡസ് ടവറിൽ നമുക്കൊരു ബൈ എൻട്രി തന്നെയാണുള്ളത്. അപ്പ് സൈഡിലേക്ക് പോവുകയാണെങ്കിൽ ഇവിടെ ഒരു റെസിസ്റ്റൻസ് പലതവണയാണ് വന്ന് തിരിച്ചു പോയിരിക്കുന്നത്. നോക്കൂ, ഇതൊരു സ്ട്രോങ് റെസിസ്റ്റൻസ് ഏരിയ ആണ്. ഇതിനെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇപ്പോൾ 392-ലാണ് 91.75-ലാണ് മാർക്കറ്റ് സ്റ്റോക്ക് ഉള്ളത്. 395-ൽ നമുക്കൊരു എൻട്രി എടുക്കാം. 398 ഫസ്റ്റ് ടാർഗറ്റും 400 സെക്കൻഡ് ടാർഗറ്റും കീപ്പ് ചെയ്യാം. സ്റ്റോക്കിൻ്റെ സ്റ്റോപ്പ് ലോസ് വന്നിട്ട് ഇപ്പോൾ നിലവിലുള്ള സ്പോട്ട് റേറ്റിനും അല്പം മുകളിൽ 392-ൽ വയ്ക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഈ സ്റ്റോക്കും വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യാം. അടുത്തത് PFC ആണ്. PFCയിൽ നോക്കൂ, കൃത്യമായ ഒരു പ്ലാനിങ്ങോടുകൂടി തന്നെയാണ് സ്റ്റോക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ഈ ഒരു റെസിസ്റ്റൻസ് ഏരിയ ഇന്ന് ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോവുകയാണെങ്കിൽ നമുക്കൊരു എൻട്രി പോസിബിളാണ്. നോക്കൂ, 496-ൽ എൻട്രി എടുത്തു കഴിഞ്ഞാൽ 493 സ്റ്റോപ്പ് ലോസ് വയ്ക്കാം. 492.85 സ്പോട്ട് റേറ്റ്. നമുക്കതിന് തൊട്ട് മുകളിൽ ഒരു 5 പൈസ മുകളിൽ സ്റ്റോപ്പ് ലോസ് വയ്ക്കാം. ചെറിയ സ്റ്റോപ്പ് ലോസ്, അതായത് 3 പോയിൻ്റ് സ്റ്റോപ്പ് ലോസ് ഉള്ളൂ. അതേപോലെ തന്നെ ടാർഗറ്റ് 499-ഉം സെക്കൻഡ് ടാർഗറ്റ് 591-ഉം നിങ്ങൾക്ക് വയ്ക്കാവുന്നതാണ്. ലാസ്റ്റ് വൺ KEC നോക്കൂ, നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാൻ കഴിയുന്നുണ്ടാവും ഈ ഒരു റെസിസ്റ്റൻസ് ഏരിയ അല്ലേ. പലതവണ ഇതിനെ ബ്രേക്ക് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നോക്കൂ, 1, 2, 3, 4, ഇപ്പോൾ ലാസ്റ്റ് 5th ടൈമിലേക്ക് വന്നിരിക്കുകയാണ്. ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ആണെങ്കിൽ, അതായത് നമ്മൾ 1040-ന് മുകളിൽ ഓപ്പൺ ചെയ്തിട്ട് പോവുകയാണെങ്കിൽ പോയിക്കോട്ടെ, നിങ്ങൾ പെട്ടെന്ന് തന്നെ എൻട്രി എടുക്കരുത്. അതേസമയം 1040-ൽ ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിന് ശേഷം ചെറിയ 1-2 പോയിൻ്റ് മുകളിലേക്ക് പോയി താഴെ വന്നതിന് ശേഷം തിരിച്ച് വീണ്ടും കയറുകയാണെങ്കിൽ 1040-ൽ നിങ്ങൾക്കൊരു എൻട്രി എടുക്കാം. 1033 സ്റ്റോപ്പ് ലോസ് വയ്ക്കാം. 1047, 1053 എന്നിങ്ങനെ ടാർഗറ്റ് വയ്ക്കാവുന്നതാണ്. ഈ 4 സ്റ്റോക്കുകളും നിങ്ങളുടെ വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യാം. ട്രേഡ് എടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ സ്വന്തമായി അനാലിസിസ് ചെയ്തുകൊണ്ട് പൂർണ്ണ ബോധത്തോടുകൂടി എടുക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ ഫിനാൻഷ്യൽ അഡ്വൈസറുടെ സഹായത്തോടുകൂടി ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക. സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത് ഒരു പുറംപൂച്ചാണ്. ഉള്ളിലേക്ക് അകപ്പെട്ട് കഴിഞ്ഞാൽ വളരെയധികം അപകടകരമായ ഒരു മേഖല തന്നെയാണ്. വളരെയധികം ശ്രദ്ധിച്ച് ചെയ്തില്ലെങ്കിൽ ഇത്രത്തോളം പണം നഷ്ടപ്പെടാവുന്ന മറ്റൊരു മേഖല ഇല്ല എന്ന് തന്നെ പറയാം. അതേസമയം പ്രോഫിറ്റ് എടുക്കുകയാണെങ്കിലും ഇതുപോലുള്ള സുഖസുന്ദരമായൊരു മേഖല വേറെ ഇല്ല എന്ന് തന്നെ നമുക്ക് കണക്കൂട്ടാം. കാരണം സിമ്പിളായിട്ട് പലരും 5000-ഉം 10,000-ഉം ഡെയിലി ചെറിയ ക്യാപിറ്റൽ വെച്ച് ഏൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ ക്ലയൻസുകൾ തന്നെ, അതായത് നമ്മളുമായി സഹകരിച്ച് ട്രേഡ് ചെയ്യുന്ന ക്ലയൻസുകൾ ഞാൻ ദിവസവും 5000-ഉം 10,000-ഉം പ്രോഫിറ്റ് എടുക്കുന്നവരുണ്ട്. ഏതായിരുന്നാലും മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്നവർ, ബിഗിനേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർ പ്രത്യേകം ശ്രദ്ധിക്കുക. മാർക്കറ്റ് എന്ന് പറയുന്നത് ഒരു ചിലന്തി വല പോലെ തന്നെയാണ്. ആകർഷിക്കുന്ന വല്ലാത്തൊരു കൗതുകകരമായ ഒരു മേഖല തന്നെയാണ്. ഓക്കെ, നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ബൈ.